ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അവസാനത്തെ പ്രതിക്കും ജാമ്യം അനുവദിച്ചു. കെ.പി. ശങ്കരദാസിനും 90 ദിവസം കഴിഞ്ഞതോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. 13 പ്രതികളിലെ 12 പേർക്കും അറസ്റ്റ് ചെയ്ത 12 പേർക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. SITക്ക് ഈ കേസിൻ്റെ കുറ്റച്ചാർജ് 90 ദിവസത്തിനകം കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ജാംഷഡ്പൂരിലെ കേന്ദ്ര ലാബിലെ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇപ്പോഴുള്ള അതിലെ ഒറിജിനൽ സ്വർണ്ണമുണ്ടോ അതോ മാറ്റു കുറഞ്ഞതാണോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റുകൾ ISRലൊക്കെ നടത്തി നോക്കിയിട്ട് അത് തൃപ്തികരമായിരുന്നില്ലാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ജാംഷഡ്പൂരിലെ ആ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അത് മിക്കവാറും ഈ മാസം അവസാനത്തോടെ ലഭിക്കുമെന്നാണ് വരുന്നത്. ഏതായാലും ഈ കേസിൻ്റെ കുറ്റച്ചാർജ് നക്കൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 2 കേസിലേക്കും അതിനുള്ള കുറ്റച്ചാർജ് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് നമുക്കറിയാം SITയിലെ ഒരു SP ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ ആൾ കുറഞ്ഞു. നമുക്ക് കട്ടിലപ്പാടിയിലെ സ്വർണം മോഷണത്തിൽ 14 പ്രതികളുണ്ട് എന്നാണ് പറയുന്നത്. കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണോ അതോ CBI വരണോ എന്നുള്ള കാര്യത്തിലേക്ക് ഇനി ഒരു തീരുമാനം എടുക്കാം. പക്ഷേ വിജിലൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഗവൺമെൻറ് കൊടുക്കണം. ഈ ഗവൺമെൻറ് അതിന് സാങ്ഷൻ കൊടുക്കാനുള്ള സാധ്യതയും കുറവായിരുന്നു. കാരണം അതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ എന്നീ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിമാരും പ്രതിയാകും എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവരാരും പ്രതിയായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള അന്വേഷണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയത്തില്ല. നക്കലായിട്ടുള്ള അതിൻ്റെ കുറ്റച്ചാർജ് തയ്യാറായിട്ടുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ദാനപാലക ശില്പത്തിലെ മോഷണം, പിന്നെ കട്ടിലപ്പടിയിലെ മോഷണം, ഇങ്ങനെ 2 കേസുകളാണ്. അപ്പോൾ ആ കേസിനകത്ത് ഉള്ള സ്വർണ്ണമാണ് മോഷ്ടിച്ചെടുത്തത്. 1700 ഗ്രാം സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ 212.5 ഗ്രാം 212.5 പവൻ സ്വർണ്ണമാണ് മോഷ്ടിച്ചിരിക്കുന്നത്. എത്ര കോടി രൂപ വരുമെന്ന് കണക്ക് കൂട്ടിക്കോളൂ. ഇതിനകത്ത് ഈ കട്ടിലപ്പാടിയിലെയും അത് ധാരവാല ശില്പത്തിലെയും രണ്ട് പ്രത്യേക ചാർജ് ഷീറ്റാണ് കൊടുക്കുന്നത്. ഏതായാലും മോഷണം നടത്തിയത് ഒന്നിൽ 14 പ്രതിയിലും 13 പ്രതികളുമായിട്ടാണ് ഇതുവരെ വന്നിരിക്കുന്നത്. 1-2 പ്രതികളെ കൂടി ഇനി അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സ്വാഭാവിക ജാമ്യം പലരും നേടിക്കൊണ്ടുപോയി. റിമാൻഡ് പീരീഡിൽ തന്നെ 2 പേര് ജാമ്യത്തിൽ പോവുകയും ചെയ്തു. 2 കേസിലെയും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആണ്. എന്തായാലും ഇപ്പോഴത്തെ SIT ടീമിന് കുറ്റച്ചാർജ് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല, കൊടുക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും കുറ്റച്ചാർജ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നതും അന്വേഷണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ അടുത്ത് വരുന്ന ഗവൺമെൻറ് ആയിരിക്കും ആ തീരുമാനം എടുക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനകത്ത് പ്രോസിക്യൂഷൻ സാങ്ഷൻ ആ ഗവൺമെൻറ് ഉത്തരവ് വന്നിരിക്കണം. ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ആണ് വരുന്നെങ്കിൽ ആ തീരുമാനം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യവും പ്രസക്തമാണ്. വലതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിൽ അതിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുമെന്നും തോന്നുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഒരു സത്യം അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കും. കാരണം അതിന് ആ മോഷണത്തിൽ പങ്കുചേർന്നവരും അതിൻ്റെ ബെനിഫിറ്റും പങ്കെടുത്തവരുമൊക്കെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ വിരളമായിട്ട് തന്നെയാണ് തോന്നുന്നത്.